ആവറേജ് ഫ്ലിക്ക് അത്രയേ ഉള്ളൂ. ഭയങ്കരമായ സംഭവം കാര്യങ്ങളൊന്നും ഇല്ല. ഫീൽ ഗുഡ് പടമാണ്. തിയേറ്ററിൽ ഓടാനുള്ള സാധ്യത വളരെ കുറവാണ്. OTT സംഭവം അതാണ്. ആക്ടിംഗ് ഒക്കെ പൊളിയാണ്, കുഴപ്പമൊന്നുമില്ല. രണ്ടുപേരും നാച്ചുറൽ ആക്ടിങ് കാര്യങ്ങളൊക്കെ തന്നെയാണ്. വലിയ പുതുമയും കാര്യങ്ങളൊന്നും ഇല്ല. സാധാരണ ഒരു പടം, അത്രേ ഉള്ളൂ. ആസിഫ് അലി സുരാജ് കുഴപ്പമൊന്നുമില്ല. വലിയ രീതിയിലുള്ള ഇതൊന്നുമില്ല. എന്നാലും കുഴപ്പമില്ല. ആവറേജേ ഉള്ളൂ. വലിയ സംഭവമൊന്നുമില്ല. ഫസ്റ്റ് ഹാഫ് നന്നായിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിൽ കുറച്ച് ലാഗ് ഉണ്ട്. എന്നാലും കൊള്ളാം, കണ്ടോണ്ടിരിക്കാം. എല്ലാവരുടെ അഭിനയം ആസിഫ് അലിയും സുരാജും നന്നായി ചെയ്തിട്ടുണ്ട്. കൊള്ളാം. വേറെന്താണ് പോസിറ്റീവ് പോസിറ്റീവായിട്ട് തോന്നിയത് ബീജം കൊള്ളാം. ബീജം നന്നായിട്ടുണ്ട്. പിന്നെ DOP കൊള്ളാം. മൊത്തത്തിൽ ടെക്നിക്കലി എല്ലാം കൊള്ളാം. പിന്നെ നല്ല സ്റ്റോറിയാണ്. സെക്കൻഡ് ഹാഫിൽ ആ ചെറിയൊരു ലാഗേ ഉള്ളൂ. അല്ല പടം നല്ല കൊള്ളാം. ചിരിപ്പിക്കാനോട് കരയാനോട് എല്ലാം കൊള്ളാം. ഫീൽ ഗുഡ് മൂവിയാണ്. കൊള്ളാം. എങ്ങനെയുണ്ട് ആസിഫ് സുരാജ് ചേട്ടൻ കോംബോ എങ്ങനെയുണ്ടായിരുന്നു? നല്ലതാണ്. സോങ്സും ഫൈറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. എങ്ങനെയാണ്? ഫൈറ്റ് ആയിട്ട് അങ്ങനെ ഇല്ല, പക്ഷെ സോങ് കൊള്ളാം. നായികയ്ക്ക് പ്രാധാന്യം എന്തെങ്കിലും ഉണ്ടായിരുന്നു? അത് വന്നു പോകുന്ന ഒരു നായിക എങ്ങനെയാ ഫാമിലിക്കൊക്കെ ഇഷ്ടപ്പെടുമോ എന്ന് കണ്ടാൽ? നോയിക്ക് എങ്ങനെയാണ് കണ്ടിറങ്ങിയപ്പോ ഒരു ആസിഫിക്കയുടെ ലുക്ക് എങ്ങനെയുണ്ടായിരുന്നു? ഭയങ്കര അമ്പാന്റെ ലുക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് സംഭവം സിനിമയിൽ എങ്ങനെയുണ്ട് കണ്ടപ്പോ? നല്ല ഒരു വെറൈറ്റി ഇതുവരെ കാണാത്ത ആസിഫിനെയാണോ കണ്ടത്? വെറൈറ്റി. ഇവരുടെ ഒരു കോംബോ എങ്ങനെയുണ്ടായിരുന്നു? സുരാജ് ചേട്ടൻ നല്ല കോംബോ. ചിരിക്കാനൊക്കെ ഒരുപാടുണ്ടായിരുന്നു. നല്ല കോമഡി.